ഇതാണ് കുസു. +1 +2 ജയിൽവാസ സമയത്ത് ഡോർമെട്രിയിലെ എൻ്റെ അയൽവാസിയായിരുന്നു കുസു. +2 ശേഷം NITയിൽ നിന്നും PR കംപ്ലീറ്റ് ചെയ്തു. പിന്നെ IITയിൽ നിന്നും സിവിലിൻ്റെ മാസ്റ്റേഴ്സും. ഇപ്പോൾ മെഴ്സിഡസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. വധുവിനെ ആവശ്യമുണ്ട്. So where are we heading, Kusu? Going Kolkata. യാത്ര കൊൽക്കത്തയിലോട്ടാണ്. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ സമയവും ആവശ്യത്തിന് കുറവ് ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് വഴിയിലെന്തോ കണ്ടപ്പോൾ ഞങ്ങൾ വഴി തെറ്റിപ്പോയി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മ്യൂസിയത്തിലേക്ക് വന്നിരിക്കണമെന്ന് ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്ക് നിങ്ങൾക്ക് വ്യക്തമാവും. Kusu, darling? Yeah, Arjun Reddy. ചിലർക്ക് വാഹനം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അവർക്ക് ഇത് വെറും ഒരു മ്യൂസിയമാണ്, അതായത് ടെക്നോളജിയുടെ പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. പക്ഷേ വേറെ ചിലരുണ്ട്, മലയാളത്തിൽ വണ്ടിപ്രാന്തരെന്നോ ഇംഗ്ലീഷിൽ കാർ പേഴ്സൺ എന്നോ ബൈക്ക് പേഴ്സൺ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ. അവർക്ക് വാഹനം എന്ന് വെച്ചാൽ ഒരു ഇമോഷനാണ്. ഞാൻ ആദ്യമായിട്ടൊരു ബൈക്ക് മേടിച്ചപ്പോൾ വണ്ടിയായിട്ട് അറ്റാച്ച്മെൻറ്റ് വരാൻ പാടില്ല എന്നാണ് ഉപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇതേ വ്യക്തി 1994 ഒരു 640 ജീപ്പ് മേടിച്ചായിരുന്നു. 97-ലോ 8-ലോ ഒരു സീരിയസ് ആക്സിഡൻറ്റ് വന്ന് ഉപ്പ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി ജീപ്പ് വിൽക്കുകയും ചെയ്തായിരുന്നു. അധികം വൈകാതെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ പാടെ പുള്ളി ഈ ജീപ്പ് തിരഞ്ഞു കണ്ടുപിടിച്ച് മേടിച്ചു. ഇപ്പോഴും ഉണ്ട് ഈ വീട്ടിൽ ഈ വണ്ടി. 30 വർഷം പ്രായമായതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പണിയെടുപ്പിക്കണം. ഞാനെങ്ങാനും വീട്ടിലുണ്ടെങ്കിൽ പണിയെടുക്കുന്നതിൻ്റെ സീസണാണെങ്കിൽ എന്നെയും പിടിച്ച് റേഡിയേറ്റർ ഒരുക്കിപ്പിക്കലും പണിയെടുപ്പിക്കലുമായിരിക്കും. അപ്പോൾ സ്വന്തം എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതായിരിക്കും വണ്ടിയായിട്ട് അറ്റാച്ച്മെൻറ്റ് വരാൻ പാടില്ല. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുന്നേ യൂറോപ്പിൻ്റെ അറ്റത്ത് ചെറിയൊരു രാജ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ രാജാവ് സ്വന്തം സൈന്യത്തിലോട്ട് കുതിരകളെ മേടിക്കാൻ വേണ്ടിയിട്ടൊരു കുതിരഞ്ഞന്ത് തുടങ്ങി. നാട്ടിലുള്ള എല്ലാ പ്രമുഖ കുതിര വ്യാപാരികളും അവിടെ ഉണ്ടായിരുന്നു. അതിലെ ഒരു വ്യാപാരി ഒരു പടുകൂറ്റൻ കുതിരയെ കൊണ്ടുവന്നു. പൂർണ്ണമായി കറുത്ത കളറിലുള്ളൊരു കുതിര. നെറ്റിയിലാണെങ്കിൽ ഒരു വെള്ള സ്റ്റാർ മാർക്കും നല്ല നീല കണ്ണുകളുമുള്ള കുതിര. പക്ഷേ ഈ കുതിരേനെ മേയ്ക്കാൻ ആ രാജാവിൻ്റെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുതിര പടയാളികൾക്ക് വരെ പറ്റുന്നില്ലായിരുന്നു. കുതിര എത്ര കേമനായിട്ടും കാര്യമില്ല, മേയ്ക്കാൻ പറ്റാത്ത കുതിരയെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് രാജാവ് ആ കുതിരയെ തിരിച്ചടയ്ക്കാൻ നേരത്താണ് അവിടുത്തെ രാജകുമാരൻ പറഞ്ഞത്, ഈ കുതിരയെ എനിക്ക് വേണമെന്ന്. മേയ്ക്കാൻ പറ്റാത്ത കുതിരയുമായിട്ട് നീ എന്ത് ചെയ്യും എന്ന് രാജാവ് ചോദിച്ചപ്പോൾ, ഈ കുതിരയെ എനിക്ക് മേയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിനെ ഞാൻ തന്നെ മേടിച്ചോളാം എന്ന് രാജകുമാരൻ പറഞ്ഞു. അങ്ങനെ ഈ കുതിരയുടെ അടുത്തോട്ട് നടന്നു നീങ്ങിയ രാജകുമാരൻ
കുതിരയോട് മിതമായ ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കുതിരയുടെ ഞാണ പിടിച്ച് കുതിരയെ നേരെ സൂര്യന് നേരെ തിരിച്ചു നിർത്തി. അതോടെ കുതിര കുറച്ച് അടങ്ങി. എന്നിട്ട് പതുക്കെ ഈ കുതിരയുടെ പുറത്ത് കയറിയ ഈ രാജകുമാരൻ കുതിരയുമായിട്ട് മെല്ലെ നടന്നു നീങ്ങി. പിന്നെ കുതിച്ചു പാഞ്ഞു. അങ്ങനെ കുതിരയുമായി ഒരു സവാരി കഴിഞ്ഞ് തിരിച്ചെത്തിയ രാജകുമാരനെ ചുറ്റുമുള്ളവർ എണീച്ച് നിന്ന് കൈയടിച്ച് സ്വീകരിച്ചു എന്നാണ് കഥ. അത്രയും നേരം ഈ കുതിര വയലൻ്റ് ആയിരുന്നത് സ്വന്തം നിഴല് കണ്ട് പേടിച്ചിട്ടായിരുന്നു. ഇത് നിരീക്ഷിച്ച് മനസ്സിലാക്കിയ രാജകുമാരൻ ഇവനെ സൂര്യൻ്റെ നേരെ തിരിച്ചതോടെ നിഴല് കുതിരയ്ക്ക് പുറകെ പോവുകയും കുതിരയുടെ ഭയം മാറുകയും ചെയ്തു. ഈ കുതിരയുടെ പേരാണ് ബേസോഫലസ്. ആൻഡ് ഈ രാജകുമാരൻ്റെ പേരാണ് അലക്സാണ്ടർ, അല്ലെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടറിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാഗവും ബേസോഫലസ് അലക്സാണ്ടറുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഹൈഡപ്പിസിലെ യുദ്ധത്തിലാണ് ഈ കുതിര മരണപ്പെടുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് ഈ കുതിരയെ അടക്കം ചെയ്തത്. അലക്സാണ്ടറിനോട് തൻ്റെ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അവൻ ഒരിക്കലും ബേസോഫലസ് എന്നൊരു ഉത്തരം തരില്ല. കാരണം ആ കുതിര ബേസോഫലസ് അലക്സാണ്ടറിന് ഒരു വാഹനത്തിനും മേലെയായിരുന്നു. ഈ ഒരു ഇമോഷൻ, വാഹനമായിട്ട് ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്കും വാഹനം വെറും ഒരു മോട്ടറും വെറും ഒരു മെഷീനും അവൻ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഓപ്പറേറ്ററും അല്ല. പകരം ഈ വാഹനം അവൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എക്സ്റ്റൻഷനാണ്. വാഹനത്തിൻ്റെ അറ്റങ്ങൾ എവിടേക്കാണെന്ന് അവന് സ്വന്തം ശരീരത്തിൻ്റെ ഭാഗങ്ങളെ പോലെ മനസ്സിലാക്കാൻ പറ്റും. വാഹനം ഒരു കട്ടറിലോ കുഴിയിലോ വീഴുമ്പോൾ അവൻ അറിയാതെ വാഹനത്തിനോട് ക്ഷമ ചോദിക്കും. ഇങ്ങനൊരു വ്യക്തിയുടെ കൂടെ വണ്ടി കയറിയാൽ മാത്രമേ നമുക്കൊരു കാര്യം മനസ്സിലാവും. കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ ആ വാഹനത്തിന് എത്ര നന്നായി പരിപാലിക്കാൻ പറ്റുമോ അത്രയും അവൻ പരിപാലിക്കും. വാഹനമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കരുത് എന്ന് എത്ര ശ്രമിച്ചാലും ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റ് തനിയെ വന്നുപോകും. ആദ്യത്തെ ഏഷ്യക്കാരനും ആദ്യമായിട്ട് വെള്ളവംശജനല്ലാത്തൊരു വ്യക്തിക്കും സയൻസിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സർ CV രാമനാണ്. അദ്ദേഹത്തിൻ്റെ കാറാണ് ഈ കാണുന്നത്.
കപ്പലിൽ യൂസ് ചെയ്യുന്ന ഓയിൽ ലാമ്പാണ്. ഈ സിസ്റ്റം അതൊരു ഗൈറോസ്കോപ്പ് പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഓയിൽ ഒരിക്കലും മറിഞ്ഞ് താഴെ വീഴില്ല. കപ്പൽ ഏത് ഡയറക്ഷനിൽ ചെരിഞ്ഞാലും ഓയിൽ താഴോട്ടങ്ങ് നിൽക്കും. ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്, സ്റ്റേജൊക്കെ ഉണ്ട്, ഓപ്പൺ ആംബി തിയേറ്റർ. നല്ല അത്യാവശ്യം നല്ലൊരു കഫേ ആണെന്ന് തോന്നുന്നു. പിസയൊക്കെ ഉണ്ട്. 50 രൂപ എൻട്രി ഫീസ്. മൊബൈൽ ക്യാമറയ്ക്ക് വലിയ പൈസയൊന്നുമില്ല. ക്യാമറക്ക് പൈസയെ വാങ്ങിക്കുന്നില്ല. യെസ്, ക്യാമറക്ക് 100 രൂപ എന്നുണ്ട് ഡെഡിക്കേറ്റഡ് ക്യാമറ ആണെങ്കിൽ. പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. ഭക്ഷണം കുറച്ച് തിരക്കായതുകൊണ്ട് വില അറിയില്ല. കുറേ ഭക്ഷണമൊക്കെ ഉണ്ട്. യെസ്, വെജിറ്റേറിയനാ ഫുള്ളി. പിന്നെ ഞങ്ങളെ വണ്ടി പിടിച്ച് മ്യൂസിയത്തിലിടുന്നതിന് മുന്നേ വിൽ ഹാവ് ടു ഗോ. എന്താ പറയാനുള്ള കുസു? അപ്പോൾ ഹെൽമെറ്റോ? ശരി എന്നാ, ചാച്ചാ.